കട്ടപ്പന കല്ലുകുന്നു മേഖലയിൽ മാലിന്യ നിക്ഷേപം രൂക്ഷം. ചാക്കിൽ കെട്ടിയ രീതിയിലാണ് മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടുന്നത്. മാലിന്യ നിക്ഷേപം വർദ്ധിച്ചതോടെ നഗരസഭ ആരോഗ്യ വിഭാഗം പ്രദേശത്ത് പരിശോധന നടത്തി. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കി. കട്ടപ്പന വെള്ളയാംകുടി റൂട്ടിൽ നിന്നും കല്ലറയ്ക്കൽ ഓഡിറ്റോറിയത്തിന് സമീപത്തുകൂടി കല്ലുകുന്നിലേക്കുള്ള റോഡിന് താഴെയാണ് മാലിന്യം തള്ളുന്നത്. ചാക്കിൽ കെട്ടിയ രീതിയിലാണ് മാലിന്യങ്ങൾ കുന്നുകൂടുന്നത്. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. മാലിന്യത്തിൽ നിന്ന് ഉപ്പുതറ മാട്ടുത്താവളം സ്വദേശിയുടെ കരം അടച്ച രസീതിന്റെ കോപ്പി ഉൾപ്പെടെ ലഭിച്ചു. കടകളിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ എല്ലാം കൊണ്ടുപോയി തള്ളുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒതുങ്ങിക്കിടക്കുന്ന സ്വകാര്യ ഭൂമിയിൽ കൊണ്ടുപോയി അവർ പോലും അറിയാതെ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് പോകുന്ന ഒരു പ്രവണത വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്വകാര്യ പ്രോപ്പർട്ടികൾ ഒരു മാലിന്യം ശേഖരിക്കുന്ന ഒരു കേന്ദ്രമായി മാറുകയാണ്. ഇത് നഗരസഭ പലപ്പോഴും ഇത്തരത്തിൽ നഗരസഭ ഹെൽത്ത് സ്ക്വാഡ് പലപ്പോഴും പരിശോധന നടത്തി കണ്ടെത്തിയ ആളുകൾക്കെതിരെ നമ്മൾ നിലവിൽ നമ്മൾ ഫൈൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒറ്റപ്പെട്ട പ്രദേശമാണ്, ഇവിടെ ഒരു ലൈറ്റിൻ്റെ സംവിധാനങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ സൗകര്യപ്രദമായിട്ട് രാത്രികാലങ്ങളിൽ കൊണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് പിടിക്കുന്നതിന് ചില പരിമിതികളുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ ആരോഗ്യ വിഭാഗത്തിലെ സ്ക്വാഡ് നിരന്തരം ഈ കാര്യത്തിൽ പരിശോധന നടത്തി നമുക്ക് കണ്ടെത്തുന്ന ആളുകൾക്കെതിരെ കർക്കശമായ പിഴശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത് വീണ്ടും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുകയാണ്. ഇത് നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് പോലും വളരെ ഉപദ്രവകരമായിട്ട് മാറുകയാണ്. കട്ടപ്പന നഗരസഭയുടെ കല്ലുകുന്നു ഭാഗത്ത് കല്ലറയ്ക്കൽ രമേശ് ചേട്ടൻ്റെ പുരയിടത്തിൽ രാത്രി കാലങ്ങളിൽ കൊണ്ട് വേസ്റ്റ് തള്ളുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഓരോരുത്തർ വിളിച്ചു പറയുന്നുണ്ട് വേസ്റ്റ് തള്ളുന്നുണ്ടെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കട്ടപ്പന നഗരസഭയിലെ ഹെൽത്ത് ജീവനക്കാർ HS ഉൾപ്പെടെ വന്ന് ഇത് പരിശോധിക്കുകയും അതിനകത്തുനിന്ന് നമുക്ക് അഡ്രസ്സ് കിട്ടിയ ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടുമുണ്ട്. അതിന് നല്ല കർശനമായ നടപടി തന്നെ അവരുടെ മേലെ നമ്മൾ എടുക്കുന്നതായിരിക്കും. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, ക്ലീൻ സിറ്റി മാനേജർ ജിൻസിറിയക്ക്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അനുപ്രിയ KS എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.